ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവരും ചോദിക്കുക എന്ത് ഈ വെയിറ്റ് ഗെയിൻ വീഡിയോ എവിടെ പോയി, എന്താണ് വെയിറ്റ് ഗെയിൻ വീഡിയോ ചെയ്യാത്തത്? ഞാൻ ഓർത്തു നമുക്ക് 5 ദിവസം കൊണ്ട് അപ്ഡേറ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ നിങ്ങൾ എന്നെ സമ്മതിക്കുന്ന വിധവും ഞാൻ കാണുന്നില്ല. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് അപ്ഡേഷൻ തരാം. അപ്പോൾ ഞാനിപ്പോൾ എന്തിനാണ് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ വെയിറ്റ് ഗെയിൻ വേണ്ടിയിട്ടുള്ളൊരു സൂപ്പ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. സൂപ്പൊക്കെ കുടിച്ചാൽ വെയിറ്റ് ഗെയിൻ ചെയ്യുമോ? അങ്ങനെ സൂപ്പ് കുടിച്ചുകൊണ്ട് മാത്രം വെയിറ്റ് ഗെയിൻ ഒന്നും ചെയ്യത്തില്ല. പക്ഷെ നമ്മൾ ചില സാധനമൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യത്തില്ലേ? ഈ ബദാം ഒക്കെ കഴിക്കുമ്പോൾ വെയിറ്റ് ഗെയിൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ടില്ലേ? പക്ഷെ അത് മാത്രം കഴിച്ചുകൊണ്ടുള്ള വെയിറ്റ് ഗെയിൻ ചെയ്യും ഇല്ല അതുപോലെ. അപ്പോൾ നമുക്ക് ഈ സൂപ്പ് കഴിച്ചു കഴിഞ്ഞാൽ വെയിറ്റ് ഗെയിൻ ചെയ്യും, കാരണം അത് ചിക്കൻ സൂപ്പാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ വീട്ടിലെ ആഴ്ചയിലൊരിക്കലൊക്കെ ചിക്കൻ വാങ്ങിക്കുന്നത്, എന്നും കഴിക്കണമെന്നൊന്നും അല്ല, ആഴ്ചയിലൊരിക്കലൊക്കെ നമ്മൾ ചിക്കൻ വീട്ടിൽ വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന സാധനമാണ്. ഞാനാണെങ്കിൽ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ആഹാരം കഴിച്ചതിന് ശേഷം ഈ സൂപ്പ് കുടിക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ ആഹാരം കഴിക്കുന്നതിന് മുന്നേ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആഹാരം കഴിക്കാൻ പറ്റില്ല, നമ്മുടെ വയറങ്ങ് ബുമ്മെന്നായിപ്പോൾ. അതുകൊണ്ട് നമുക്കങ്ങനെ കഴിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ പിന്നെ വൈകുന്നേരങ്ങളിലോ രാത്രി കിടക്കുന്നതിന് മുമ്പോ അങ്ങനെ എപ്പോഴെങ്കിലും, അതായത് നമ്മൾ ആഹാരം കഴിക്കുന്ന സമയം ഒഴിച്ച് അല്ലാത്ത സമയത്ത് എപ്പോഴെങ്കിലും വേണം ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ വയറ് നിറഞ്ഞു പോകും. അപ്പോൾ എങ്ങനെയാണ് ആ ചിക്കൻ സൂപ്പ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പം നിങ്ങൾ വിചാരിക്കും ആകെപ്പാട് ഇമ്മിണി ചിക്കനാണ് വാങ്ങിക്കുന്നത്, തിന്നാൻ പോലും തയ്ക്കത്തില്ല, ഇനി അതിൽ നിന്ന് കഴിയിട്ട് വരി സൂപ്പ് വെക്കാൻ പോയാൽ അമ്മയുടെ നല്ല ഇടിയും കൂടെ കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷെ അങ്ങനെയൊന്നും അല്ല. നമ്മൾ ചിക്കൻ നമ്മൾ സൂപ്പ് വെക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഈ ഒരു കുഞ്ഞിങ്ങ സാധനം കൊണ്ടാണ് നമ്മൾ ചിക്കൻ സൂപ്പ് എന്തൊക്കെയാണെന്നോ എന്താ പറയുന്നത്, ചിക്കൻ സൂപ്പ് വെക്കാൻ പോകുന്നത്. ഇതിപ്പം എല്ലാവർക്കും കൂടെ ഉള്ള ഒരാൾക്ക് മാത്രമുള്ള കേട്ടോ, ഒരാൾക്ക് മാത്രം വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു കഷ്ണം മാത്രം മതി. അപ്പം നമ്മുടെ ഈ ഒരേ ഒരു കഷ്ണം വെച്ചാൽ നമ്മൾ ചിക്കൻ സൂപ്പ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. ഇത്തിരി ഇപ്പം ഒന്ന് ഞുണുക്ക് കഷ്ണമാണെങ്കിൽ നമ്മൾ ആ കഷ്ണം ഇടാൻ പോകുന്നത് ഈ മുതുക്ക് പാത്രത്തിലാണ് നമ്മുടെ ചിക്കൻ കിടന്ന് തിളയ്ക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ചിക്കനും ഇട്ട് കുറച്ച് ഉപ്പും ഇട്ട് തിളപ്പിക്കാൻ വെക്കാം. അപ്പം ഞാൻ നമ്മുടെ ചിക്കൻ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ എത്ര കപ്പ് വെള്ളം ഒഴിച്ചെന്നൊക്കെ ചോദിക്കും. ഒരു കപ്പും ഇല്ലാതെ ഞാൻ ഡയറക്റ്റ് പൈപ്പിൻ്റെ മൂട്ടിലോട്ട് വെച്ച് വെള്ളം പിടിച്ചാൽ നമ്മുടെ കഷ്ണം അങ്ങോട്ട് മുങ്ങിക്കിടക്കണം. എന്നും പറഞ്ഞ് ഇട്ടുന്ന വെള്ളമൊന്നും അല്ല വെക്കണ്ട, കാരണം തിളച്ച് പോയി കഴിഞ്ഞാലും ബാക്കി വെള്ളം വേണം. അതുകൊണ്ട് കുറച്ച് അത്യാവശ്യം കുറച്ച് വെള്ളം വേണം. അതിന് ഉപ്പ് ഇടണം. ഉപ്പ് എത്ര ഇടണമെന്ന് വെച്ചാൽ ഉപ്പ് അങ്ങനെ അളവൊന്നുമില്ല, ചുമ്മാ കയ്യിലെടുക്കുക. കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ കഴിക്കുമ്പം ചുഗറായിരിക്കും. അതുകൊണ്ട് കുറച്ചുപ്പ്, കുറച്ചെന്ന് പറഞ്ഞാൽ കുറയരുത്, കൂടുതൽ മീഡിയം ഉപ്പ് ഇട്ടിട്ട് നമ്മളിത് തിളയ്ക്കാൻ വെക്കണം. ഇത് ചെറുതായിട്ടൊന്ന് തിളച്ച് കുമ്മിളൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് എന്ത് വേണം, പാത്രം എടുത്ത് നമ്മൾ അടച്ച് വെക്കണം. എന്തിനാ അടച്ചു വെക്കുന്നതെന്ന് അറിയാമോ? എനിക്ക് അറിയത്തില്ല, പക്ഷെ നമ്മൾ അടച്ചു വെക്കണം. ഞാൻ എപ്പോഴും അടച്ചു വെക്കാറുണ്ട്, അതുകൊണ്ട് നിങ്ങളും അടച്ചു വെക്കണം. പിന്നെ എനിക്കാണെങ്കിൽ ഇങ്ങനെ തിരിച്ച് ഇത് കാണിക്കണമെന്നുണ്ട്, പക്ഷെ ഭയങ്കര ഇരുട്ടും നിഴലും ഒക്കെ നിങ്ങൾക്ക് കാണാമല്ലോ. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീടിന്റെ ഫ്രണ്ട് ബാക്കിലും ബാക്ക് ഫ്രണ്ടിലുമാണ്. നിങ്ങൾ മനസ്സിലായില്ലല്ലോ, ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായില്ലായിരുന്നു. പക്ഷെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, ഫ്രണ്ട് ബാക്കിലും ബാക്കി ഫ്രണ്ടിലുമാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വെട്ടത്തിന് ഭയങ്കര കുറവാണ്. അതുകൊണ്ട് രാവിലെ സമയം ഞാൻ അയ്യത്ത് നിന്നാണ് വീഡിയോ എടുക്കുന്നത്, അത്രയ്ക്ക് വെട്ടം കുറവാണ്. അപ്പം രാത്രിത്തെ കാര്യം പറയണ്ടല്ലോ, ഭയങ്കര വെട്ടം കുറവാണ്. അപ്പം ഞാൻ ചെറുതായിട്ട് കാണിക്കാം. കണ്ട അത്രയും വെള്ളത്തിനകത്ത് ഞാൻ കഷ്ടപ്പെട്ടിട്ട് ഉപ്പ് ഇട്ട് അവിടെ തിളക്കാൻ. എന്നെ എപ്പോഴും ഇതിങ്ങനെ ഗ്യാസ് കത്തിന്ന് പറഞ്ഞ് പറ്റിക്കും, വാട് വരുമ്പോഴായിരിക്കും കത്തിയില്ലാന്ന് മനസ്സിലാവും നോക്കുന്നത്. അപ്പം ഇത് കുറച്ചൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇത് അടച്ച് വെക്കാം. അപ്പം നമ്മുടെ ഇത് സൂപ്പ്. അപ്പൊ നമ്മുടെ സൂപ്പ് റെഡി. ഇതെന്തോന്ന് അറിയാമോ? ഇതായിരുന്നു നമ്മൾ വേവാൻ വെച്ചിരുന്ന ചിക്കൻ പീസ്. ഇത് തിളച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ കടിച്ചു പിടിച്ച് തിന്നണമെന്നൊക്കെ നിങ്ങൾക്ക് പക്ഷെ ഞങ്ങൾ തിന്നത്തില്ല. പക്ഷെ ഇത് ഞാൻ കുറച്ച് പിടിച്ച് തിന്നും, എപ്പോഴും അങ്ങനെ തിന്നരുതെന്ന് എൻ്റെ മനസ്സ് പറയും, പക്ഷെ ഞാൻ തിന്നും. അപ്പൊ നമ്മുടെ ഈ സംഭവം ഇങ്ങനെ വെന്ത് വരുന്ന നല്ലോണം വെന്ത് വരും. നമുക്കിങ്ങനെ ഫോർക്ക് വെച്ച് കുത്തി നോക്കുമ്പോഴത്തേക്കും ഇങ്ങനെ പൊടിഞ്ഞ് പീസാവും. അപ്പൊ ഈ സാധനത്ത് നമ്മൾ എന്ത് ചെയ്യണം, നല്ലപോലെ വെന്തിട്ടുണ്ട്, തണുപ്പ് വിട്ട് കഴിയുവാണെങ്കിൽ ഇത് പിച്ചി പറിച്ച് നമ്മൾ ആ തിളച്ച വെള്ളത്തിനകത്തോട്ട് അങ്ങ് ഇടണം. ഇനിയിപ്പോൾ അങ്ങനെയല്ല കുറച്ച് കട്ടിയായി പോയി എന്നാണെങ്കിൽ വീണ്ടും വേവിക്കണം എന്നൊന്നും ഞാൻ പറയത്തില്ല, വീണ്ടും വേവിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് മിക്സിയുടെ ജാറിനകത്ത് ഇട്ടിട്ട് 2-3 അടിയും കടിക്കുക. അടിച്ചില്ല കുഴമ്പ് പേസ്റ്റ് പോലെ ആക്കരുത്, 2-3 അടി കടിക്കാവും. എന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മളിങ്ങനെ കടിക്ക് ചവയ്ക്കാൻ കിട്ടണം, അതുപോലെ കിടക്കണം. അപ്പം ഈ സാധനം എന്തായാലും നടത്ത് ഞാൻ കുറച്ച് തിന്നുകയും ചെയ്ത് ഇത് ഞാൻ പിച്ചി പറിച്ച് അതിനകത്തോട്ട് ഇടട്ടെ. ഓക്കെ, നമ്മുടെ അതിനകത്ത് നിഴലോ. അപ്പൊ ഈ സാധനത്തിനകത്തോട്ട് ഞാനാണെങ്കിൽ എൻ്റെ എങ്ങനെയുടെ ഞാൻ കാണിച്ചു തരണേ. ഓക്കെ, ഇതെന്തോ ഞാൻ ആ ചിക്കൻ പീസ് എല്ലാം അതിനകത്ത് പിച്ചി പറിച്ചിട്ടിട്ടുണ്ട്. ഇനി അതിനകത്ത് ഞാൻ കുറച്ച് കുരുമുളക് ഇടാൻ പോവാ. കുരുമുളകും ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് എന്ത് ചെയ്യണം, അത് തിളപ്പിക്കണം. വല്ലാട്ട് അത്യാവശ്യം ഒന്നാമത് തിളച്ചിരിക്കണം. നമ്മൾ ഭയങ്കരമായിട്ട് തിളപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് തിളപ്പിച്ച് ചൂടാക്കി എടുക്കണം. കുറച്ചുകൂടെ ചൂടാക്കിയിട്ട് ഫോർക്ക് വെച്ച് ചെറുതായിട്ട്, ഫോർക്കല്ല തവി വെച്ച് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഓക്കെ,
നമ്മൾ ഈ സൂപ്പിനകത്തോട്ട് കുറച്ച് കുരുമുളകും കുറച്ച് ഉപ്പും കൂടെ തിളച്ച് കഴിയുമ്പോൾ ആഡ് ചെയ്ത് കൊടുത്തേട്ടോ. അതായത് ഇറക്കുന്നതിന് കുറച്ച് മുന്നേ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത് ആവശ്യം വരുവാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്കിത് എന്ത് ചെയ്യണം, സെർവ് ചെയ്യണം. ഇത് നമ്മൾ സെർവ് ചെയ്യണമെന്നൊക്കെ എനിക്ക് ഉണ്ട്, പക്ഷെ ഇനി പ്ലേറ്റ് ഒക്കെ എടുക്കണം, പാത്രമൊക്കെ എടുക്കണം, പാത്രവും ഗ്ലാസ്സൊക്കെ എടുക്കണം. അതുകൊണ്ട് അതിനൊന്നും ഞാൻ മുതിർന്നില്ല. അപ്പം ഇതാണ് നമ്മുടെ സൂപ്പിന്റെ അവസ്ഥ. അപ്പൊ ഇളം ചൂടോടെ ഈ സംഭവം ഇരിപ്പിലങ്ങ് കുടിച്ചങ്ങ് തീർത്തോളാം. നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് ഭയങ്കര വെയിറ്റ് ഗെയിൻ ചെയ്യാൻ നല്ല സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും സംഭവം. അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോയിലോട്ട് കാണുന്നത് വരെ ബൈ ബൈ.